ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു വൺ ഡേ റൈഡാണ്. എങ്ങോട്ടെന്നല്ല പറയാം. അതിനു മുന്നേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടാറുണ്ട്. ആവറേജ് ഒരു 33-34 എനിക്ക് കിട്ടാറുണ്ട്. അത് ടാങ്ക് ടു ടാങ്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മൈലേജാണ്. ഇന്ന് എത്രയാണ് കാണിച്ചേക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെങ്ങനെ 400 cc ഉള്ള വണ്ടിക്ക് 47 മൈലേജ് കിട്ടുന്നു? കമ്പനിക്കാർക്ക് പോലും അറിയില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ട് ഒരു 32-31 ആയി. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് പോയിൻ്റായ തിരുവല്ലം ടോൾ പ്ലാസയുടെ മുന്നിലെത്തി. കുറച്ച് പേരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പുതിയ റൈഡേഴ്സിനുള്ള ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലൈനപ്പ് ചെയ്തു. ഇനി എങ്ങോട്ടാണ് ഈ റൈഡെന്നറിയണ്ടേ? അതെ, കോടയാറിലേക്കായിരുന്നു ഇന്നത്തെ റൈഡ്. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം രാവിലെ ഇറങ്ങിയതാണ്. അധികം താമസിക്കാതെ തന്നെ ഒരു കടയുടെ മുന്നിലെത്തി. ഭക്ഷണവുമായുള്ള മൽപ്പിടുത്തത്തിനിടയിലാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. കോടയാറിലേക്ക് ഇന്ന് പ്രവേശനമില്ലത്രേ. അതായത് അവിടെ റോഡ് പണി നടക്കുന്നു, അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. ആകെ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായി ഞങ്ങളെല്ലാവരും. പെട്ടെന്ന് പ്ലാൻ ബിയിലേക്ക് മാറി. തൊട്ടടുത്തുള്ള പീച്ചിപ്പാറ ഡാം അതായിരുന്നു പിന്നെ അടുത്ത ലക്ഷ്യം. കഴിഞ്ഞ 2-3 റൈഡുകൾക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. ഈ ക്യാമറയുടെ കണ്ണുകൾ ചെന്ന് നിൽക്കുന്നത് ഭൂമിയിലെ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? അതെ, അതൊരു സ്വർഗം തന്നെയായിരുന്നു. കണ്ടില്ലേ, എന്ത് മനോഹരം. ഇതേ ഒരു ബോട്ട്. പിന്നെ ബോട്ടിൽ കയറാനായി എല്ലാവർക്കും തിടുക്കം. തലയ്ക്കൊന്നിന് 50 രൂപ വെച്ച് ബോട്ടിലെ ചേട്ടൻ നല്ല രീതിയിൽ നിന്ന് സമ്പാദിച്ചു. ഒരു 20 മിനിറ്റ് വെള്ളത്തിന് ചുറ്റുമിട്ട് കറക്കി. ഒരിത്തിരി ആടി ഒലച്ചിലുണ്ടായിരുന്നെങ്കിലും ധൈര്യം സംഭരിച്ച് എല്ലാവരും പിടിച്ചു നിന്നു ഒറ്റ ശ്വാസത്തിൽ. കുറേ നേരം വെയിൽ കൊണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ കരയ്ക്കെടുത്തു. കുറേ വെള്ളത്തിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലായി. പോകുന്ന വഴി നെട്ടയിൽ കയറി നല്ല ഊണും മീനും കപ്പയും ബീഫും എല്ലാം കഴിച്ച് അടുത്ത ട്രിപ്പിൽ കാണാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു.